ഓം നമോ ഭഗവതേ വാസുദേവായ. 92-ാം ദശകത്തിൽ ഭഗവാൻ ഓരോ യുഗത്തിൻ്റെയും കൃതത്രേത, ദ്വാപര, കലിയുഗ ഈ 4 യുഗത്തിൻ്റെയും മേന്മയെ പറയുകയാണ്. കൃതയുഗത്തിലും ത്രേതായുഗത്തിലുമൊക്കെ തപസ്സും അതുപോലെ യജ്ഞങ്ങൾ ചെയ്തിട്ടും ഒക്കെ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു ജനങ്ങൾ. ദ്വാപരയുഗമായപ്പോൾ താന്ത്രിക കർമ്മങ്ങളിലൂടെ ഈശ്വരഭജനം നടത്തുന്നവരാണ്. കലിയുഗമായപ്പോഴാകട്ടെ വെറുതെ അങ്ങയുടെ നാമം സങ്കീർത്തനം ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടുതന്നെ ഭഗവാൻ പ്രസാദിക്കുന്നു. ആ നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വം കൊണ്ട് ജനങ്ങളെ ജനങ്ങൾക്ക് സായുജ്യം കൊടുക്കുന്നു ഭഗവാൻ. അങ്ങനെയുള്ള ഈ കലിയുഗത്തിൽ വന്നു പിറക്കുവാൻ കൃതത്രേത യുഗങ്ങളിൽ ജന്മമെടുത്ത മഹർഷിമാർ പോലും കൊതിക്കുന്നു എന്ന് പട്ടേരിപ്പാട് അഭിപ്രായപ്പെടുകയാണ്. അങ്ങനെ ഭൂമിയിൽ എവിടെയെങ്കിലുമല്ലാതെ ഈ ഭാരതദേശത്തിൽ തന്നെ, അതും കാവേരി, ഗോദാവരി എന്നീ നദികളൊഴുകുന്ന ഈ ഭാരതപ്പുഴ ഒഴുകുന്ന ഈ ഭൂമിയിൽ തന്നെ എനിക്ക് ജന്മം തന്നു. കാരണം ഇവിടെയാണ് ഭക്തന്മാർ അധികമുണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള പുണ്യദേശത്തിൽ എനിക്ക് ജന്മം തന്നു. അതും ഉന്നതകുലത്തിൽ എനിക്ക് ജന്മം തന്നു. ഉന്നതകുലം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാനെ പൂജ ചെയ്യുവാനും അങ്ങനെയുള്ള അധികാരമുള്ളൊരു സമുദായത്തിൽ ജനിച്ചു. എന്നിട്ടും ഇങ്ങനെ ഉന്നതകുലത്തിൽ ജനിച്ചിട്ടും ഭഗവാനെ സേവിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ജനങ്ങളെ പട്ടേരിപ്പാട് പറയുകയാണ്, അവരെ എന്തിനു പറയണം? നല്ലൊരു ജന്മം കിട്ടിയിട്ടും അവർ അത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് പട്ടേരിപ്പാട് ആശ്ചര്യപ്പെടുകയാണ്. ഈ വിപ്രന്മാരെക്കാൾ നല്ലത് ഭക്തിയുള്ള സാധാരണ ജനങ്ങൾക്കാണ് യോഗ്യത എന്ന് പട്ടേരിപ്പാട് പറയുന്നു. അങ്ങനെ കലിയുഗത്തിൽ ജനിച്ച് നാമസങ്കീർത്തനം ചെയ്ത് ഭഗവാനിൽ അലിഞ്ഞു ചേരുവാൻ എനിക്ക് അവസരമുണ്ടാക്കി തരയണമേ എന്ന് പട്ടേരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും നാമസങ്കീർത്തനത്തിൽ ലയിക്കുവാൻ അവസരമുണ്ടാക്കി തരുവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഓം വേദേ സർവാണി കർമാണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ യാനി ത്വയ്യർപ്പിതാന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ മാ ഭൂദ്വേദേർനിഷിദ്ധേ കുഹചിദഭിമന കർമ്മവാചാം പ്രവൃത്യ ദുർവർജ്യം ചേതവാപ്രം തദപി ഖലു ഭവത്യർപ്പയേ ചിൽപ്രകാശേ യസ്ത്വന്യകർമ്മയോഗസ്തവ ഭജനമയത്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം
ദൃശതി ഹൃദി മൃതിം ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈശ്ചക്രീത്വാം ഭക്തിപൂതൈർനിത്യം വര്യാം സപര്യാം വിദധദൈ വിഭോ ത്വൽപ്രസാദം ഭജേയം. സ്ത്രീശൂദ്രാ ത്വൽകഥാദിശ്രവണവിരഹിതാം ആസതാം തേ ദയാർഹാ ത്വൽപാദാസന്നയാതാൻ ദ്വിജകുലജനുഷോ ഹന്തശോജാമ്യശാന്താൻ വ്യത്യർത്ഥം തേ യജന്തോ ബഹുകഥീതമപി ത്വാം അനാകർണയന്തോദ്യുപ്താം വിദ്യാഭിജാത്യൈഃ കിമു ന വിദധത്തെ താദൃശം മാ കൃഥാ മാം. പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യാസ്യ വാചാ ബഹുതരകഥനീയാനി മേ വിഘ്നിതാനി. ഭ്രാതാ മേ വന്ധ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിത്തം ബുധാംസ്തേ നിന്ദന്ത്യുച്ചൈർഹസന്തിം ത്വയി നിഹിതമതിം താദൃശം മാ കൃഥാ മാം. ശ്വേതച്ഛായം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിസ്ത്രേതായാം സൃക്സ്രുവാദ്യാംഗീതമരുണതനും യജ്ഞരൂപം യജന്തേ സേവന്തേ തന്ത്രമാർഗൈ വിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈ ഇഹ കലിസമയേ മാനുഷാസ്ത്വാം ഭജന്തേ. സോയം കാലേയകാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈ നിര്യത്നൈരേവ മാർഗൈരഖിലദ ന ചിരാൽ ത്വൽപ്രസാദം ഭജന്തേ. ജാതാഃ ത്രേതാകൃതാദാവപി ഹി കില കലൗ സംഭവം കാമയന്തേ ദൈവാത്തത്രൈവ ജാതാൻ വിഷയ വിഷരസൈർമാം വിഭോ വഞ്ചയാസ്മാൻ. ഭക്താ താവൽകലൗ സ്യുർദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈകാവേരീം താമ്രവർണീം അനുകില കൃതമാലാഞ്ച പുണ്യാം പ്രതീചിം. ഹാ മാമപ്യേതദന്തർഭവ അപി ച വിഭോ കിഞ്ചിദജ്ജദ്രസം ത്വയ്യാശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയത്വന്നിഷേവാം. ദൃഷ്ട്വാ ധർമ്മദ്രുഹന്തം കലിമപകരുണം പ്രാങ്മഹീക്ഷീൽ
പരീക്ഷിദന്തും വ്യാകൃഷ്ടഗഡ്ഗോപിന വിനിഹതവാൻ സാരവേദീ ഗുണാംശാൽ തുൽസേവാദ്യാശു സിദ്ധ്യേദ സദിഹ ന തഥാ ത്വൽപരേ ചൈഷ ഭീരുഋത്തു പ്രാഗേവ രോഗാദിഭിം അപഹരത്തെ തത്ര ശിക്ഷയൈനം. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപിചന്ദനം തൽസാളഗ്രാമാഭിപൂജാം പരപുരുഷാം തഥൈകാദശീ നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യയീം കലിസമയേ ത്വൽപ്രസാദപ്രവൃദ്ധ്യാം ക്ഷിപ്രം മുക്തി പ്രദാനീത്യഭിദധുർഷയ തേഷു മാം സഞ്ചയേഥാഃ. ദേവർഷീണാം പിതॄണാമപി ന പുനർഋണികിങ്കരോ വാസഭൂമൻ യോ വോസൗ സർവാത്മനാ ത്വം ശരണമുപഗതഃ സർവകൃത്യാനി ഹിത്വാ തസ്യോൽപന്നം വികർമാപ്യഖിലം അപന്നുതസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപതേ രുന്ധി ഭക്തിം പ്രണീയാഹം. 92-ാം ദശകം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ